2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഒരു തേരോട്ടം അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ഒരു വളർച്ച നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ബി.ജെ.പി ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും എത്തുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. ഇത് ഒരർത്ഥത്തിൽ, അതല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ LDFനും UDFനും തന്നെ വലിയൊരു തലവേദന അല്ലെങ്കിൽ അവർക്കൊരു ഭയം സൃഷ്ടിക്കുന്ന ഒരു പ്രകടനമായിരുന്നു, ഒരു തേരോട്ടമായിരുന്നു ബി.ജെ.പി കാഴ്ചവെച്ചത്. ഈ 2024 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ LDF വിജയിക്കും അല്ലെങ്കിൽ UDF വിജയിക്കും, ബി.ജെ.പി വലിയ രീതിയിലൊരു മുന്നേറ്റം നടത്തില്ല അല്ലെങ്കിൽ അക്കൗണ്ട് തുറക്കില്ല, കേരളത്തിൽ താമര വിജയിക്കില്ല എന്നൊക്കെയുള്ള ധാരണകൾ LDFനും UDFനും ഒക്കെ ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തിലുണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തകർത്തുകൊണ്ടാണ് ബി.ജെ.പി 11 ഇടങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ബാക്കി 8 ഇടങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തത്. അങ്ങനെ തൃശ്ശൂരിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ സുരേഷ് ഗോപി അവിടെ ജയിച്ചു വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ, തിരുവനന്തപുരത്തേക്ക് നമ്മൾ വരുമ്പോൾ UDFിലെ ശശി തരൂർ ഇപ്പോൾ ഈ വർഷം കഷ്ടിച്ചാണ് വിജയിച്ചത്. കാരണം ബി.ജെ.പി രാജീവ് ചന്ദ്രശേഖരനും ശശി തരൂരുമായിട്ട് അവസാന നിമിഷം വരെയും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നിന്നത്. വലിയ തോതിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ തിരുവനന്തപുരത്തെ പ്രധാന മണ്ഡലങ്ങളെല്ലാം സിറ്റി മുഴുവനും രാജീവ് ചന്ദ്രശേഖരന് വോട്ട് നൽകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ബി.ജെ.പിക്ക് ബാലികറ മലയായിരുന്ന തീരദേശ മേഖല ഉൾപ്പെടെ മുസ്ലിം ഏരിയകൾ ഉൾപ്പെടെ ബി.ജെ.പിക്ക് തന്നെ വോട്ട് നൽകുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിരുന്നാലും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടു. പക്ഷേ പരാജയപ്പെട്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തും വമ്പിച്ച ഒരു ലീഡോടുകൂടി അല്ലെങ്കിൽ വമ്പിച്ച ഒരു റെക്കോർഡ് സംഖ്യയോടു കൂടിയാണ് തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്ത് എത്തി. അത് പരാജയപ്പെട്ടു, പക്ഷേ അതിൽ കുഴപ്പമില്ല. അദ്ദേഹം ബി.ജെ.പി രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് എത്തിക്കാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നത് വ്യക്തമാണ്. ഇപ്പോൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജീവ് ചന്ദ്രശേഖർ ജൂൺ 24 മുതൽ, അതായത് 27 മുതൽ 27-ാം തീയതിയാണ് ആ പദ്ധതി തുടങ്ങുന്നത്. 100 ദിന കർമ്മ പദ്ധതി, അതായത് നരേന്ദ്രമോദിയുടെ 100 ദിന കർമ്മ പദ്ധതി. നരേന്ദ്രമോദി 2024 മൂന്നാം മോദി അധികാരമേൽക്കുന്നതിന് മുന്നേ തന്നെ 100 ദിന കർമ്മ പദ്ധതി മോദി ആവിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആ 100 ദിന കർമ്മ പദ്ധതി കേരളത്തിൽ നടത്താനാണ്. അത് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തിരുവനന്തപുരം സിറ്റി മൊത്തത്തിൽ ഒരു മാറ്റാനായിട്ട്, ഒരു പുതിയൊരു കാറ്റ് തിരുവനന്തപുരം സിറ്റിയിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ മാറ്റാനാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഒരു 100 ദിന കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് തിരുവനന്തപുരം സിറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് രാജീവ് ചന്ദ്രശേഖർ ഇനി വരുന്ന 5 വർഷങ്ങളിൽ കൊണ്ടുവരുന്നത് എന്നത് അദ്ദേഹം വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ശശി തരൂരിനെ നമ്മൾ ജയിപ്പിച്ചു വിട്ടു, 4ാമതാണ് അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ടത്. പക്ഷേ 3 വർഷം കൊണ്ട്, കഴിഞ്ഞ ഇത്രയും വർഷം കൊണ്ട് ശശി തരൂർ എന്ന ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു MP കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് ചോദ്യമാർക്ക് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. കാരണം ആവശ്യ സമയത്ത് പോലും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന് കണ്ടു കിട്ടിയിട്ടില്ല എന്ന് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. മിക്ക സമയങ്ങളിൽ അദ്ദേഹം ഡൽഹി അല്ലെങ്കിൽ വിദേശ ടൂറുകളിലായിരിക്കും. ഇപ്പോൾ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ MP-മാരുടെ സത്യപ്രതിജ്ഞയിൽ അദ്ദേഹം 2 ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹം വിദേശ ടൂറിലായിരുന്നു. അപ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ് ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം എത്രത്തോളം വന്നത്. ഇവിടെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ 100 ദിന കർമ്മ പദ്ധതികൾ ഏറ്റവും ഒന്നാമത്തത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു മാസ്റ്റർ പ്ലാൻ അദ്ദേഹം പറയുന്നുണ്ട്. അതായത് വലിയ തോതിലൊരു ജനങ്ങൾക്കൊരു ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ളത്, പിന്നെ വെള്ളക്കെട്ടുകൾ. നമുക്കറിയാം, ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ പ്രധാന സിറ്റികളെല്ലാം തന്നെ വെള്ളത്തിൽ മുങ്ങുന്നൊരു കാഴ്ചയാണ്. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ തന്നെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റി കംപ്ലീറ്റ് വെള്ളത്തിനടിയിൽ മുങ്ങുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അതിനെല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ വേണ്ടി ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെയും വീടുകളിലേക്ക് വെള്ളം ഇരച്ചെത്തുന്ന ഒരവസ്ഥ തിരുവനന്തപുരം ജില്ലയിലുണ്ട്. അപ്പോൾ അതിനെല്ലാത്തിൻ്റെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി, ഒരു വലിയൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് ഒരു വമ്പിച്ചൊരു മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരാനാണ് ഇപ്പോൾ പദ്ധതി ഇടുന്നത്. അതിനുശേഷം രണ്ടാമതായി രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ഒരു ലോജിസ്റ്റിക് ഹബ് പാർക്ക് അല്ലെങ്കിൽ പ്രത്യേക സാമ്പത്തിക മേഖല, ഒരു തിരുവനന്തപുരത്തേക്ക് ഒരു പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് ഒരു വ്യാപാര വ്യവസായ കേന്ദ്രമാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്നുള്ളത്. ഇപ്പം നമ്മളിപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ കൊച്ചി ഒരു വ്യാപാര വ്യവസായ മാർക്കറ്റിംഗ് ഏരിയയാണ്, ഒരു മാർക്കറ്റിംഗ് ജില്ലയാണ്. അപ്പം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനും അതേപോലെ ഒരു വ്യാപാര മാർക്കറ്റിംഗ്, കൂടുതലായിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള കാര്യങ്ങളും കൂടുതലായിട്ട് മാർക്കറ്റിംഗ് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ടും വലിയ വലിയ കമ്പനികളൊക്കെ കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിക്കാനുമുള്ള ഒരു രീതി അദ്ദേഹം നടപ്പിലാക്കുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നത്. മൂന്നാമതായി പറയുകയാണെങ്കിൽ പൊഴിയൂർ, പൂവാർ തുടങ്ങിയ മേഖലയിൽ കടൽ വിധി അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മത്സ്യത്തൊഴിലാളികൾ പൂവാർ, പൊഴിയൂർ മേഖലയിൽ എല്ലാ വർഷവും വരുന്നൊരു വാർത്തയാണ്. അവിടെ കടൽ ഭിത്തി, വലിയ തോതിൽ കടലാക്രമണം ഉണ്ടാകുന്നു. അത് ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടെങ്കിൽ പോലും അവിടെ വലിയ തോതിൽ ഒരു കടലാക്രമണം ഉണ്ടാകുന്നു. അവിടെ
ജീവിക്കുന്നവർ ഭീതിയോടുകൂടിയാണ് ഓരോ ദിവസവും അവർ തള്ളി നീക്കുന്നത്. ഏത് സമയവും രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ഒരു വൻ കടലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം ഇവിടെ തിരുവനന്തപുരത്ത് ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ തന്നെ, പ്രചാരണത്തിന് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഒരു വലിയൊരു മാപ്പ് തയ്യാറാക്കിക്കൊണ്ടാണ് വന്നത്. അതായത് പൊയ്യൂർ, പൂന്തറ, പിന്നെ കടൽഭിത്തി തുടങ്ങിയവയിൽ, പൂവാർ തുടങ്ങിയ മേഖലയിൽ കടലാക്രമണത്തിന് എങ്ങനെ ഒരു പരിധി കൊണ്ടുവരാം, അവിടെ എങ്ങനെ തടയാമെന്നതിന് വ്യക്തമായൊരു ധാരണയും കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ എത്തിയത്. നാലാമതായി, നഷ്ടത്തിലായ വ്യവസായ എസ്റ്റേറ്റുകളെ പുനരുജ്ജീവിപ്പിക്കുക, അവർക്ക് വേണ്ട വിധത്തിൽ സബ്സിഡി നൽകുക, വേണ്ട വിധത്തിൽ അവർക്ക് ലോണൊക്കെ അനുവദിക്കുക, കുറഞ്ഞ തുകയ്ക്ക് കുറഞ്ഞ പലിശയിൽ ലോൺ നൽകിക്കൊണ്ട് അവർക്കൊരു സഹായം, ഒരു പുനർജീവം നൽകാനുള്ള പദ്ധതിയും രാജീവ് ചന്ദ്രശേഖർ നടപ്പിലാക്കുന്നുണ്ട്. അഞ്ചാമതായി പറയുകയാണെങ്കിൽ അഡൽ ടിങ്കറിംഗ് AI ലാബുകൾ. ഇതിനൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബുകൾ കേരളത്തിലേക്ക്, തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരാനുള്ള പദ്ധതി അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നാൽ അത് കേരളത്തിൽ ആദ്യത്തെ ഒരു ജില്ലയായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബുകൾ, AI ലാബുകൾ അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബുകൾ കൊണ്ടുവരുന്നത്. അതിനുശേഷം എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തിരുവനന്തപുരത്തും പാറശാലയ്ക്കും ഇടയിൽ പുതിയ സർബർ റെയിൽവേ സ്റ്റേഷനുകൾ, തിരുവനന്തപുരം മുതൽ പാറശാല വരെയുള്ള ഇടങ്ങളിൽ റെയിൽവേ സ്റ്റേഷനുകൾ കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. കഴക്കൂട്ടത്തെ, അതിനുശേഷം ആറാമതായി പറയുന്ന ഒരു കാര്യമാണ് കഴക്കൂട്ടത്തെ നാഷണൽ സ്കിൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് അന്താരാഷ്ട്ര കേന്ദ്രം, അതിന് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അംഗീകാരം നേടിക്കൊടുക്കാനായിട്ട് അദ്ദേഹം കുറേ വർഷമായിട്ട് ശ്രമിക്കുന്നതാണ്. അത് കേന്ദ്ര സർക്കാരും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏഴാമതായി RGCBക്ക് ഗവേഷണ സൗകര്യങ്ങൾ. RGCB എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയാണ്. അതിൽ കൂടുതലായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ഗവേഷണങ്ങൾ നടത്താനായിട്ട്, അതായത് ഭാവി തലമുറകളായിട്ടുള്ള ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവിടെ റിസർച്ച് നടത്തുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ രാജീവ് ചന്ദ്രശേഖർ ഈ ഒരു നൂതന കർമ്മ പദ്ധതിയിലൂടെ നടപ്പാക്കുന്നു എന്നത് വ്യക്തമാണ്. അതിനുശേഷമാണ് കോൾഡ് പെയിൻ പ്രോസസ്സിംഗ് നിക്ഷേപം കണ്ടെത്തുക, കുടുംബമായി മോണിറ്ററിംഗ്, കമ്പ്യൂട്ടർ തുടങ്ങിയ മേഖലയിലേക്ക് കേരളത്തിലേക്ക് ആവശ്യ സാധനങ്ങൾ കൊണ്ടെത്തുന്നതിനുള്ള നിക്ഷേപം അദ്ദേഹം ഒരുക്കുന്നുണ്ട്. എല്ലാ മത്സ്യബന്ധന ഗ്രാമങ്ങളിലും മാർക്കറ്റും സ്ത്രീകൾക്ക് ടോയ്ലറ്റുകളും അദ്ദേഹം ഈ ഒരു കർമ്മ പദ്ധതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട്. തിരുവനന്തപുരം മേഖലയിലുള്ള കുട്ടികൾക്കായിരുന്നാലും ആൺകുട്ടികൾക്ക്, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് ഒരു കായിക മേഖലയിൽ വളർത്തുന്നതിന് വേണ്ടി തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാവരെയും ഒരു സ്പോർട്സ് ഹബ്ബാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പുതിയതായിട്ട് മെച്ചപ്പെട്ട ടർഫുകൾ, പിന്നെ ക്രിക്കറ്റ് ആയിക്കോട്ടെ, ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ തുടങ്ങിയ കലാകായിക മേഖലയിലേക്ക് കൂടുതൽ സൗകര്യങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ IT പാർക്കുകൾ, ടെക്നോ പാർക്ക് പോലെ കേരളത്തിൽ വീണ്ടും ഒരു IT പാർക്കുകൾ തുടങ്ങാനുള്ള പദ്ധതികളും അദ്ദേഹം കഴക്കൂട്ടം തുടങ്ങിയ മേഖലകളിൽ നടപ്പിലാക്കാനും പോകുന്നുണ്ട്. അംബാസമുദ്രം തിരുവനന്തപുരം ദേശീയപാത പദ്ധതി, അത് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിൽ എത്തിച്ചേരാനുള്ള ദേശീയപാത പദ്ധതിയും രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഈ കർമ്മ പദ്ധതിയിൽ ആവിഷ്കരിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നെടുമങ്ങാട് റോഡുകളുടെ നവീകരണം എന്നതും ഇതിലെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. 2 ലക്ഷം കുടുംബാംഗങ്ങൾക്ക് ശുദ്ധജല പദ്ധതിയും ഈ ഒരു അവസരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പ് നൽകുന്നുണ്ട്. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ശുദ്ധജലം കിട്ടാത്തതാണ്. അപ്പോൾ ഈ ഒരു വലിയൊരു മാറ്റം രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് പരാജയപ്പെട്ടെങ്കിലും അടുത്തൊരു 5 വർഷം കേരളത്തിലെ തിരുവനന്തപുരത്തെ ഒരു മികച്ച ഒരു ജില്ലയാക്കി മാറ്റും, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊരു വിസ്തീർണം, അല്ലെങ്കിൽ ഏറ്റവും കൂടുതലൊരു വികസനത്തിൻ്റെ നായികക്കല്ലാക്കി തിരുവനന്തപുരം ജില്ലയെ മാറ്റുമെന്ന് അദ്ദേഹം ഈ ഒരു കർമ്മ പദ്ധതിയിലൂടെ ഉറപ്പ് നൽകുന്നത് വ്യക്തമാണ്.